My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന വഴി എങ്ങനെ യു കെയിലെ ഇൻഹെറിറ്റൻസ് ടാക്സ് അവോയ്ഡ് ചെയ്യാം? യു കെയിലെ പ്രോപ്പർട്ടി പ്രൈസ് ആവറേജ് 2,80,000 പൗണ്ട് വരെയും ഓരോ പ്രോപ്പർട്ടിക്കും 2000 ഇയറിന് ശേഷം കൂടുകയും ഇത് പ്രകാരം ധാരാളം പ്രോപ്പർട്ടി മില്ലിയനേഴ്സാണ് യു കെയിൽ ഉണ്ടായിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ 3,25,000 ത്രഷോൾഡ് മാറ്റാത്തതുകൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ കുട്ടികൾക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 40% ഇൻഹെറിറ്റൻസ് ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ നിലവിലുള്ള പ്രോപ്പർട്ടി റീമോർട്ട്ഗേജ് ചെയ്ത് ആ ഡെപ്പോസിറ്റ് കുട്ടികൾക്ക് വീട് വാങ്ങുന്നതിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് റീമോർട്ട്ഗേജ് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇൻകം ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് പെർമിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇക്വിറ്റി റിലീസിലൂടെ ടാക്സ് ഫ്രീ എമൗണ്ട് റേസ് ചെയ്ത് കുട്ടികൾക്ക് വീട് വാങ്ങുന്നതിന് കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ ത്രസ്ഹോൾഡിൽ നിന്ന് മാറുകയും അങ്ങനെ 40% ടാക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോപ്പർട്ടി പ്രൈസ് യു കെയിൽ ഇൻക്രീസ് ചെയ്തപ്പോൾ സാധാരണ 40-ൽ ഒരാൾ പ്രോപ്പർട്ടി മില്ലിനിയേഴ്സാണ് ഇന്ന് യു കെയിലുള്ളത്. സാധാരണക്കാരെയെല്ലാം ഇൻഹെറിറ്റൻസ് ടാക്സ് ബാധിക്കുന്നത് അതിൻ്റെ 3,25,000 എന്നുള്ള ത്രഷോൾഡ് കഴിഞ്ഞ 15 വർഷമായിട്ട് മാറ്റാത്തത് കൊണ്ടാണ്. ഈ കാരണങ്ങൾ കൊണ്ട് പലരും 40% ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിനു വേണ്ടി ഒന്നെങ്കിൽ അവർ റീമോർട്ട്ഗേജ് ചെയ്ത് ആ പണം മക്കൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് റീമോർട്ട്ഗേജ് ചെയ്യാനുള്ള അവസരമില്ലെങ്കിൽ ഇക്വിറ്റി റിലീസിലൂടെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ 40% സ്ലാബിൽ നിന്ന് അവരൊഴിവാകുന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ് സാധാരണക്കാർക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് ആയ 40% കൊടുക്കേണ്ടി വന്നത്. ഒന്ന്, 325,000 എന്ന ത്രഷോൾഡ് മാറ്റുന്നില്ല. 2, പ്രോപ്പർട്ടി പ്രൈസ് കൂടിയിരിക്കുന്നത് കൊണ്ട്. യു കെ ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് യു കെ ബിസിനസ്സിനെ പറ്റി, യു കെ ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, യു കെ എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.